it's Mission. Welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ നവംബർ 14 ചിൽഡ്രൻസ് ഡേക്ക് വേണ്ടി നമ്മൾ ഒരു ക്യാപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ കിടക്കുന്നതിന് എൻ്റെ ചാനൽ ആദ്യമായിക്കാന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇവിടെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നെഹ്റു തൊപ്പിയാണ് ആക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ വൈറ്റ് കളർ പേപ്പർ തന്നെ എടുത്തത്. മെഷർ ചെയ്യാൻ നമ്മൾ വലിയൊരു സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്കെയിലിൻ്റെ അളവ് 30 സെൻറ്റിമീറ്റർ ആണ്. അതൊക്കെ നമ്മൾ 40 എടുക്കുന്നത്. 30 അവിടെ അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് 10 കൂടി അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിലാക്കാൻ പറ്റിയ ക്യാപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തെ സൈഡും നമുക്ക് 35 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ ആദ്യം 30 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാം. രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അളവുകളൊന്നും കൂടി കാണിച്ചു തരാം, കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ ഈ ഭാഗം നമ്മൾ 40 എടുക്കുന്നത്. അപ്പോൾ ഇത് 30 വരെയുള്ള സ്കെയിലായതുകൊണ്ട് 30ഉം 10ഉം എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ഭാഗം 30ഉം പിന്നെ 5 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ 35 എടുത്ത് കൊടുക്കാം. വീതി കുറഞ്ഞ ഭാഗം 2ആയി മടക്കാം. ആ 35ൻ്റെ ഭാഗമാണ് 2ആയി മടക്കുന്നത്. ഇനി നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ചാർട്ട് പേപ്പർ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ A4 ഷീറ്റിനെ കൊണ്ട് എങ്ങനെ ആക്കാമെന്ന് ഇടുന്നതാണ്. ഇനി നമുക്ക് സ്കെയിലിന് മുകളിലും താഴെയും 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ 6 സെൻറ്റിമീറ്റർ അപ്പുറം അടയാളപ്പെടുത്താം. അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് താഴെയും മുകളിലും അടയാളപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ 2 ഭാഗം താഴെയും മേലായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അളവ് 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയത് അവിടെ നിന്ന് മടക്കി കൊടുക്കാം. അപ്പം അതേപോലെ ഇപ്പുറത്തെ സൈഡ് മടക്കാം. ഇനി നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മടക്കിയ പേപ്പർ നമുക്ക് കുറച്ച് ഇങ്ങനെയാക്കി കൊടുക്കാം. അവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്കെയിൽ വെച്ച് പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗവും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നല്ലോണം സ്കെയിലിനെ കൊണ്ട് തന്നെ പ്രസ് ചെയ്യാം. ഇനി ആ റെക്റ്റാങ്കിളിൻ്റെ പേപ്പർ വരുന്നെടുക്കുന്നത് മടക്കി കൊടുക്കാം. എൻ്റെ സ്കെയിലിനെ കൊണ്ട് നമുക്കിങ്ങനെ പ്രസ്സാക്കാം. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, പറയുമ്പോൾ ക്ലിയർ ആവില്ല. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറം ചെയ്ത പോലെ തന്നെ അപ്പുറം സൈഡിലെ പേപ്പറും ചെയ്യാം. അപ്പം ഈ ഭാഗം മടക്കി പ്രസ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ട്രയാങ്കിളിൻ്റെ അവിടെ വരുന്നവരെയായിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് സ്കെയിലിനെ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഉണ്ടാവും. എളുപ്പത്തിലാക്കാൻ പറ്റിയതാണ്. നമുക്കിവിടെ എളുപ്പത്തിലാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഒരു സൈഡിൻ്റെ പേപ്പർ എടുത്ത് നടുക്കത്തിൻ്റെ അളവാക്കിയിട്ട് നമുക്ക് മടക്കി കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തെയും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പം അതേപോലെ തന്നെ ഇപ്പുറത്തെയും ആ നടുക്കത്തിൻ്റെ അളവാക്കിയിട്ട് മടക്കി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്കെയിലിനെ കൊണ്ട് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 സൈഡും ഇങ്ങനെ പോക്കറ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ ഈ സൈഡിലെ പേപ്പർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മടക്കിയ ഭാഗമാണ് ഇടുന്നത്. അപ്പോൾ ഇവിടെയും ഉണ്ടാവും, അതിനകത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഭാഗത്ത് 2 സൈഡിന് ഇട്ട് കൊടുക്കണം. ഇനി ഇപ്പുറത്തെ സൈഡും അതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മളെ അടുക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഈ 2 സൈഡിൽ നിന്ന് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്ന് വിടർന്ന് വരും. അപ്പോൾ ആ നടുക്കത്തെ പേപ്പർ മുകളിലേക്ക് വിടർന്ന് വരും.
അപ്പം ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് കൈയെല്ലാം വെച്ച് നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ അവിടെ ഇറുക്കി വെച്ചിട്ടില്ല, അപ്പം ആ ഭാഗം നല്ലോണം ഒട്ടണമെങ്കിൽ മാത്രം നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഈ രണ്ട് സൈഡും ഇങ്ങനെ ഫെവിക്കോളാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ചെയ്യാം. ഫ്രണ്ടും ബാക്കുമാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ അപ്പുറം ഇപ്പുറം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ വിടർത്തി കൊടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം ഇത് സിമ്പിളായിട്ട് ആക്കാനുള്ളൊരു വഴിയാണ്. അപ്പം ചെറിയ കുട്ടികൾക്കെല്ലാം ആകുമ്പോൾ കുറച്ച് അളവ് കുറച്ചാൽ മതി. അപ്പം നമ്മുടെ ക്യാപ്പ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ എഴുത്തുള്ള കുറിച്ചപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.